നേതാവ് സമര രംഗത്തേക്ക് വീണ്ടും എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് തന്റെ വാഹനത്തിൽ മാറ്റാൻ നിർദ്ദേശം നൽകുന്നു. പ്രതിപക്ഷ നേതാവ് സമര രംഗത്തേക്ക് വീണ്ടും എത്തുന്നു. പരിക്കേറ്റവരെ മുഴുവനും മാറ്റാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്, മറ്റു നേതാക്കളുണ്ട്, യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെ സമര രംഗത്തേക്ക് വീണ്ടും എത്തുകയാണ്. പോലീസുകാർക്ക് തടയണമെങ്കിൽ ആരാണ് തടയാതെ വെല്ലുവിളിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും രംഗത്ത് വരികയാണ്. പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടെ നേരിട്ടിറങ്ങി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥലമുണ്ട് എല്ലാവരും കിട്ടും. പോലീസ് വളരെ മോശമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പെരുമാറിയത്. പെൺകുട്ടിയുടെ വസ്ത്രം വരെ ഒരു SI വലിച്ചു കീറി. ആ SIക്കെതിരായി നടപടിയെടുക്കണം. വനിതാ പോലീസുകാരല്ലാത്ത ഒരു SI ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വസ്ത്രം വലിച്ചു കീറി. വനിതാ നേതാവിന്റെ വളരെ മോശമായ പരിപാടിയാണ്. പെൺകുട്ടികളെ, സ്ത്രീകളെ, പെൺകുട്ടികളെ ആൺ പോലീസുകാർ മുഴുവൻ വടിവെച്ച് കുത്തുകയായിരുന്നു. അവരെ ഉപദ്രവിക്കുകയായിരുന്നു. പെൺകുട്ടികൾക്ക് പരിക്കേറ്റിട്ട് അവരെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പോലീസ്. ഞാൻ അവരെ കൊണ്ടുപോവാണ്, മോചിപ്പിച്ചു കൊണ്ടുപോയാണ്. പോലീസ് അനാവശ്യമായിട്ട് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് ഇത്രയും സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത ആ SIക്കെതിരായി നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പോലീസൊന്നും അടിച്ചമർത്താൻ പറ്റില്ല ഒരു യൂത്ത് കോൺഗ്രസ് സമരം. ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും. ഞങ്ങളുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ക്രൂരമായും മർദ്ദിച്ചവർക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണിത്. ഈ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും. SFIയുടെ പെൺകുട്ടികളെ മോളെ കരയില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടുപോയത് പോലീസ്. അതെ അതെ, ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുത്താൽ മതിയായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറിയെ കെട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയത്. കരയിലെ മോളെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറുക, എന്ത് തോന്നിവാസം ചെയ്യുക. പിണറായി വിജയൻ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. പോലീസിനെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് ഇങ്ങനെ ഭരിക്കാം, സന്തോഷത്തോടെ ഭരിക്കാം എന്ന് കരുതണ്ട. ശക്തിയായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും. വനിതാ പ്രവർത്തകയുടെ ഡ്രസ്സ് ഉൾപ്പെടെ വലിച്ചു കീറുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെയാണ് വി ഡി സതീശൻ ഇപ്പോൾ പ്രതികരിച്ചത്. പരിക്കു പറ്റിയ വനിതാ പ്രവർത്തകരെ അദ്ദേഹം തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ തുടരുന്നത്. പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ച പോലീസുകാരെ ഉൾപ്പെടെ അവിടെ നിന്നും ഇപ്പോൾ കടത്തിവിട്ടിട്ടുണ്ട് പൂർണ്ണമായും. വിശദാംശങ്ങളുമായി വി അരുൺ. പ്രവർത്തകർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തേക്ക്, സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തേക്ക്